മേയറോട് ചോദിക്കാം ഫോണിൻ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം പതിവ് പോലെ തന്നെ തിരുവനന്തപുരം മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് ഉണ്ട്. സ്വാഗതം സർ. സർ, നമുക്ക് വളരെ വേഗത്തിൽ കടക്കാം. വളരെ തിരക്കുള്ള സമയമാണ്. എന്റെ ആദ്യത്തെ ഒരു ചോദ്യം, മേയർ കെയർ എന്നൊരു വീഡിയോ ഞങ്ങൾ കണ്ടു. നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങൾ, കാര്യങ്ങൾ ഒന്ന് എത്ര പേർക്ക് കൊടുത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതൊരു യാദൃച്ഛ്യമായിട്ട് വന്ന പേരാണ്. ആദ്യമായിട്ടാണ് ഒരു പരിപാടി. ഓക്കെ. അതായത് നമ്മുടെ കോർപ്പറേഷന്റെ പ്രവർത്തനം തുടങ്ങിയ ആദ്യ നാളുകളിൽ തന്നെ നിരവധി ആൾക്കാർ വിളിച്ചിട്ട് പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്ത് അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു. പാർട്ടികൾ പൊങ്കാല സമയത്തായിക്കോട്ടെ, ഞങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴായിക്കോട്ടെ. ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൻ്റെ അന്ന് ഞങ്ങൾ 2000 പേർക്ക്, സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ PMA പദ്ധതിയിൽ ഒപ്പിടാത്തതുകൊണ്ട് ഞങ്ങൾ 2000 പേർക്ക് വീട് കോർപ്പറേഷൻ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അത് കണ്ടതിൻ്റെ അന്ന് രാത്രി തന്നെ ഞാനൊരു വീട്ടിൽ പോയപ്പോഴേക്കും, അന്നൊരു വീട്ടിൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. അദ്ദേഹം ഒരു വിദേശ ബിസിനസ്സുകാരനാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഈ പദ്ധതി കൊള്ളാം, ഞാനൊരു വീട് വെച്ച് തരാം, നിങ്ങൾ മേയർ പറയുന്ന സ്ഥലത്ത് ഒരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു നല്ല കോൺഫിഡൻസ് ആയി. കാരണം ജനങ്ങൾ കണ്ടിട്ട് അവർ തന്നെ പങ്കാളികളാവില്ലേ. അതിനുശേഷം പലപ്പോഴും പലരും വിളിച്ചിട്ട് ഒറ്റപ്പെട്ട സഹായം ചെയ്തു തരാം, ചിലർ സഹായം വാഗ്ദാനം ചെയ്യാറുണ്ട്, ചിലർ സാമ്പത്തികം വാഗ്ദാനം ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം നോട്ട് ചെയ്ത് വെച്ചു. നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒരുമിച്ച് ആലോചിച്ചു എന്ത് ചെയ്യണം. അപ്പോൾ വന്നൊരു ആശയമാണ്, നമുക്ക് കുട്ടികളിൽ നിന്നും തുടങ്ങാം. സ്കൂൾ തുറക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ കൂടി തന്നെ ഒരുമിച്ചൊന്ന് പ്രയോജനപ്പെടുത്താം. അങ്ങനെ കുട്ടികളുടെ, ഇപ്പം ഞങ്ങളൊക്കെ ഗവൺമെൻറ്, ഞാൻ പല പ്രസംഗത്തിലും ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ആളാണ്. ഗ്രാമപ്രദേശത്ത് ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും അതിൻ്റേതായ സുഖവും ദുഃഖവും ഒക്കെ തന്നെ അറിഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിൽ നമ്മൾ ചുറ്റും വന്നിരിക്കുന്നവർക്ക് ബാഗില്ല, ബുക്കില്ല, പലർക്കും കുടയില്ല, പൂച്ചയ്ക്ക് ഭക്ഷണം കഴിക്കില്ല, വാട്ടർ ബോട്ടിലില്ല, ടിഫിൻ ബോക്സിൽ ഒന്നുമില്ലാത്തവരുണ്ട്. അപ്പോൾ അവരുടെ വേദനകൾ കണ്ട് വളർന്നത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ സമൂഹത്തിൽ, പരിഹരിക്കണം, അതെങ്കിലും പരിഹരിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ എന്ത് ചെയ്യാമെന്ന് ഞങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും എല്ലാവരും കൂടി ഒരുമിച്ച് ആലോചിച്ചപ്പോഴാണ് പറഞ്ഞത്, നമുക്കൊരു കാര്യം ചെയ്യാം, പരമാവധി കുട്ടികൾക്ക് ഇപ്പോൾ നമുക്കൊരു കൈത്താങ്ങായി മാറും. അപ്പോൾ ഒരു കോൺഫിഡൻസ് അവരിൽ ഇല്ലാത്തവരിൽ ഞങ്ങളെ സഹായിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടെന്നൊരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തോടും സ്നേഹം ഉണ്ടാകും, അവർക്കും സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകും. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഒരു 2 ദിവസം കൊണ്ട് തന്നെ ഒരു 5000 ബാഗ്. അപ്പോഴേക്കും സമയം ആയിപ്പോയി, സ്കൂൾ തുറക്കാറായിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് കൊടുക്കുന്നത്, മറ്റൊന്ന് തുറക്കില്ല സ്കൂൾ, നാളെ എത്തിച്ചു കൊടുക്കണം എല്ലായിടത്തും. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം, എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, കൃത്യമായുള്ള മാനദണ്ഡം വയ്ക്കണം. ഒരു ബാഗ് മിനിമം ക്വാളിറ്റിയുള്ള, കാര്യം കൊച്ചു കുട്ടികളൊക്കെ ആകുമ്പോൾ ബാഗൊന്നും അത്ര കെയർ ചെയ്യില്ല. മിനിമം ക്വാളിറ്റി ഉണ്ടാവണം, ബ്രാൻഡഡ് ബാഗ് ആയിരിക്കണം. ഹൈസ്കൂളാണെങ്കിൽ ഒരു 7-8 നോട്ട്ബുക്ക് ഉണ്ടാകണം. ചെറിയ കുട്ടികളാണെങ്കിൽ വാട്ടർ ബോട്ടിൽ, പ്ലാസ്റ്റിക് പോരാ, സ്റ്റീൽ വാട്ടർ ബോട്ടിൽ വേണം, നല്ല ക്വാളിറ്റി ഉള്ളത് വേണം. ടിഫിൻ ബോക്സ് നല്ല ഉണ്ടാവണം, കുട ഉണ്ടാവണം. അതൊക്കെ എന്നിട്ട് ചില സ്ഥാപനങ്ങളുടെ പേര്, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ, കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉൾപ്പെടെ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് വാങ്ങിക്കാം, പൈസ വേണ്ട, ഞങ്ങളുടെ കയ്യിൽ ക്യാഷായിട്ട് വേണ്ട, ഞങ്ങൾക്ക് ഈ പറയുന്ന ഇത്രയുമുള്ള കിറ്റ് കിട്ടണം. പറഞ്ഞപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ 5000-ൽ കൂടുതൽ കിറ്റുകൾ ഞങ്ങൾക്ക് ഇവിടെ എത്തി. ഏകദേശം ഒരു 2 കോടി രൂപയ്ക്ക് പുറത്തുള്ള, 50 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള രീതിയിലുള്ള കിറ്റുകൾ കിട്ടി. കിട്ടിയപ്പോഴേക്കും ഞങ്ങൾ ആലോചിച്ചപ്പോഴാണ് ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ ഈ പേര് വന്നത് എല്ലാവരും കൂടെ ആലോചിച്ചപ്പോഴാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു കൗതുകമായ പേരിട്ടു. പദ്ധതി പ്രഖ്യാപിച്ചതിൻ്റെ അന്ന് രാത്രി ഇപ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പോസ്റ്റുകളുടെയും താഴെ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ. അപ്പോൾ ഇതിനിടയ്ക്കാണ് ഒരു ദിവസം ഇവിടെ വന്നിട്ട് പോയൊരു, നമ്മുടെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചത് കണ്ടതിന് ശേഷം ഇവിടെ വന്നിട്ട് പോയ ടാൻസാനിയ എന്നുള്ളൊരു ഫാമിലി, ഹസ്ബൻഡും വൈഫ് എന്തോ ചടങ്ങിന് വന്നപ്പോഴേക്കും മേയർ ഒന്ന് കാണുമെന്ന് ഇവിടെ വന്നു. അവർ 3 ലക്ഷം രൂപ അപ്പോഴും ഓഫർ ചെയ്തു. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ വച്ചേക്കുക, നിങ്ങൾ ആവശ്യമുള്ളപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ 300 കിറ്റ് വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അവർ ഈ സ്ഥാപനത്തിന് പൈസ ഇട്ട് കൊടുക്കും, ആ സ്ഥാപനം ഞങ്ങൾ കിറ്റ് എത്തിക്കും, ഞങ്ങൾ ക്യാഷ് വാങ്ങിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഈ പോസ്റ്റിൻ്റെയൊക്കെ അടിയിൽ ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും ഇവിടെ ശാസ്തമംഗലത്ത് നിന്നൊക്കെ വിളിച്ചിട്ട് 25 ബാഗ് 10 ബാഗ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിരവധി ആൾക്കാർ ഇങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 6-7 പേര്, ഒരാൾ 7 വീട്, ഒരു 2 വർഷം കൊണ്ട് 7 വീട് വെച്ചുതരാമെന്ന് പറഞ്ഞു. എറണാകുളത്തുള്ള ഒരാളാണ്. അപ്പോൾ അത് നമ്മൾ സ്ഥലമുള്ള 7 പേർക്ക് കൊടുക്കാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്ന് ഈ ബാഗിൻ്റെ കാര്യം വിജയിച്ചോടുകൂടി, ഈ സ്റ്റഡി മെറ്റീരിയലിൻ്റെ കിറ്റിൻ്റെ കാര്യം വിജയിച്ചോടുകൂടി പലരും പറയുന്നുണ്ട് ചികിത്സാ സഹായം ചില. അപ്പോൾ പലരും വന്ന് തരാൻ, ക്യാഷൊക്കെ തരാമെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏത് ആശുപത്രിയിലാണ് ഈ പേഷ്യൻ്റ് ചികിത്സിച്ചുകൊണ്ടിരിക്കുക ആ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ അടയ്ക്കുക.
ഞങ്ങൾ അതിനൊരു മീഡിയേറ്റർ ആയിട്ടും. അപ്പോൾ അതൊക്കെ തന്നെ മേയർ കെയർ ഉൾപ്പെടുത്തി അത് എന്തായാലും ഇങ്ങനെ വന്ന സ്ഥിതിക്ക്, ജനങ്ങൾ താല്പര്യപൂർവ്വം നിൽക്കുന്ന സ്ഥിതിക്ക് അത് അവസാനിപ്പിക്കരുതെന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ട്. തീരുമാനമാക്കി എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാ വർക്കും കൂടെ കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയില്ല. കാരണം കോർപ്പറേഷൻ്റെ ഡേ ടു ഡേ വർക്കും ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസും ഒക്കെ തന്നെ ഒരുപാടുണ്ട്. അങ്ങനെ വന്നൊരാശയമാണ്. പക്ഷേ വളരെ വലിയ ജനപിന്തുണ കിട്ടും. എന്തായാലും ശരി, ഒരു കാര്യം സന്തോഷം, 5000 കുടുംബങ്ങളുടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി ഇന്ന് കോർപ്പറേഷന് സാധിച്ചു എന്നുള്ള ഞങ്ങളുടെ ആദ്യത്തെ പരിപാടിയാണെന്ന് തോന്നുന്നു. മേയർ കെയർ എന്നുള്ളൊരു ഫസ്റ്റ് പരിപാടിയാണ്. കാരണം നിങ്ങൾക്കറിയാം 2004 മുതലാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് തന്നെ ഈ ഒരു ടൈറ്റില് കണ്ടപ്പോൾ ഞാൻ തന്നെ വളരെ അതിശയിച്ചു പോയി. അപ്പോൾ ഈ മേയർ വന്നതിന് ശേഷം ഇത്രയും നല്ലൊരു പരിപാടി, നല്ലൊരു സംഭവമാണ്. അപ്പൊ ഈ 5000 കുട്ടികൾ പറഞ്ഞാൽ സർക്കാർ സ്കൂളുകൾ മാത്രമാണ്. അതായത് ഞങ്ങൾ എങ്ങനെ ലിസ്റ്റ് കളക്ട് ചെയ്യണം, കുട്ടികളെ സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു നല്ല ചർച്ച നടന്നു. കൗൺസിലേഴ്സ് സെലക്ട് ചെയ്ത് തരും, അങ്ങനെയൊക്കെ വന്നൊരു കോമൺ അഭിപ്രായം, തൽക്കാലം കൗൺസിലേഴ്സ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് കൗൺസിലർമാർ സ്കൂളിൽ പോയി കുട്ടികൾക്ക് കൊടുക്കട്ടെ, വിദ്യാഭ്യാസ വകുപ്പ് വഴി തന്നെ സെലക്ട് ചെയ്യാം. കാരണം കുട്ടികളുമായി ഏറ്റവും കൂടുതൽ അടുത്തിടെ പോകുന്ന അധ്യാപകരാണ്, അവരെ വിശ്വാസത്തിലെടുക്കുക. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിശ്വാസത്തിലെടുക്കുക. എന്നിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തലവന്മാരോട് DDA വിളിച്ചിട്ട് പറഞ്ഞു, ലിസ്റ്റ് പിന്നെ ഒരു മീറ്റിംഗ് വന്നപ്പോഴേക്കും പറഞ്ഞു 5000 പേരുടെ ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് ഞങ്ങൾക്ക് തരണം. നിങ്ങൾ തരുന്ന ലിസ്റ്റ് അനുസരിച്ച് ഇപ്പോൾ എൻ്റെ വാർഡിൽ നിന്ന് പോലും ആരൊക്കെയാണ് കൊടുത്തതെന്ന് ഇന്ന് വാങ്ങാമെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഒരു പാർഷ്യാലിറ്റി ഇല്ല. അവർ തരുന്ന ലിസ്റ്റ് അനുസരിച്ച് ആ ടീച്ചേഴ്സിൻ്റെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ബാക്കിയെല്ലാം ഞങ്ങൾ സ്കൂളിൽ എത്തിച്ചു കൊടുക്കുന്നു. കൗൺസിലർമാർ വാർഡിൽ പോയിട്ട് ഇക്കാര്യങ്ങൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവിക രാഷ്ട്രീയ ഇടപെടലില്ല. ഇല്ല, രാഷ്ട്രീയ ഇടപെടലെന്ന് വെച്ചാൽ രാഷ്ട്രീയ പക്ഷപാതമൊന്നുമില്ല, അങ്ങനെയുള്ള പെരുമാറ്റമൊന്നുമില്ല. പിന്നെ കൗൺസിലേഴ്സ്, സ്വാഭാവികമായിട്ട് കൗൺസിലേഴ്സ് പോയി വാർഡ് സ്കൂളുകളിൽ പോയി ചെന്ന് വിതരണം ചെയ്യുമ്പോഴേക്കും അവർക്ക് അവിടെ കുറച്ച് സ്വാധീനം വർദ്ധിക്കും. അത് എല്ലാ പാർട്ടിയുള്ള കൗൺസിലർമാരും സ്വാഭാവിക നാച്ചുറൽ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്. അപ്പം പിന്നെ മറ്റൊന്ന്, ഇതിൽ നിന്നും കോർപ്പറേഷൻ്റെ 1 രൂപ പോലും തനത് ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്ലാൻ ഫണ്ടിൽ നിന്നോ ഒന്നും 1 രൂപ പോലും ഇക്കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ മനോഹാരിത. കാരണം അതിൽ നിന്ന് പണം എടുത്താൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ കോർപ്പറേഷൻ്റെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിൽ ആ പണം കുറയും. എന്നാൽ ജനങ്ങൾ സഹായിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ അത് വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ അവർക്കും അത് പിന്നെ യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെ കോർപ്പറേഷൻ്റെ ഗുഡ്വിൽ, കോർപ്പറേഷനിലുള്ള വിശ്വാസം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 5000 കുടുംബങ്ങളെ ഞങ്ങൾക്കിന്ന് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അടുത്ത വർഷത്തിൽ വളരെ വലിയൊരു സ്വപ്നമാണ് ഞങ്ങൾ മനസ്സിൽ കാണുന്നത്. ആ സ്വപ്നം ഒന്ന് പറയാമോ? ആ സ്വപ്നം കുറച്ചുകൂടെ മുമ്പോട്ട് പോട്ടെ. ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചെറിയ ഇത്രയും ചെയ്ത് 100-100 പൊക്കോണ്ടിരിക്കുന്ന ഒരു മേയറാണ് തലസ്ഥാനം. അതെ. അപ്പോ ഇത്രയും കാര്യം ചെയ്ത സ്ഥിതിക്ക് എന്തായാലും ഞങ്ങളൊരു പഴയ മേയറോട് അങ്ങയുടെ സ്നേഹപൂർവ്വമായ നിർബന്ധത്തിനും അതോടൊപ്പം തന്നെ പതിറ്റാണ്ടുകളായി കോർപ്പറേഷന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാനൽ എന്നുള്ള ഞാൻ പറയാം. അടുത്ത വർഷം സാധിക്കുമെങ്കിൽ അടിവരയിട്ട് പറയുന്നു, ഞങ്ങൾ പരിശ്രമിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുഴുവൻ കുട്ടികൾക്കും ഇത്തരത്തിലുള്ള പഠനോപകരണങ്ങൾ കൊടുക്കണമെന്നൊരു ആഗ്രഹവും സ്വപ്നവും ഞങ്ങളുടെ മനസ്സിലുണ്ട്. മുഴുവൻ പേർക്കും കൊടുക്കണമെന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഞങ്ങൾ പരമാവധി ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കും. ഓക്കെ, നല്ല കാര്യം. അപ്പോൾ ഇനി അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. കണ്ടെത്തിയ ഭാഗങ്ങൾ ഇന്നത് പൊളിക്കണമെന്നുള്ള നിർദ്ദേശാനുസരണം ഞങ്ങളത് മാത്രമേ കൊടുക്കൂ. ഈ പാളയം മാർക്കറ്റിന്റെ വിഷയം നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരിക്കൽ കൂടെ ഞാനത് ചോദിക്കുന്നു, അവിടെ പോകാനുള്ള സാഹചര്യം എന്തായി? വളരെ മുൻപ്, അതായത് ഞങ്ങൾ ഭരണത്തിലെത്തുന്നതിന് മുൻപ് തന്നെ പാളയം മാർക്കറ്റുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉടമസ്ഥയിലുള്ള പല മാർക്കറ്റുകളുമായി ബന്ധപ്പെട്ട്
ചില ആരോപണങ്ങൾ വന്നിരുന്നു, ചില പരാതികളൊക്കെ വന്നിരുന്നു. ഞങ്ങൾ പ്രതിപക്ഷ നിലയിലിരുന്നപ്പോൾ തന്നെ ഇക്കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല അവിടെ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് കച്ചവടക്കാർക്ക് ചില വിയോജിപ്പുകളുണ്ടായിരുന്നു, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഭരണത്തിലെത്തിയതിനു ശേഷം അക്കാര്യങ്ങൾ ഞങ്ങൾ പിന്നെ ഭരണപക്ഷമാണല്ലോ, പരിഹരിക്കാൻ ബാധ്യപ്പെട്ടവരാണ്, ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അങ്ങനെ അപ്പോഴേക്കാണ് തിരക്കുകൾ, ബഡ്ജറ്റും പൊങ്കാലയും അതുപോലെ തന്നെ അതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പൊക്കെ വന്നത്. അപ്പോൾ കോഡ് ഓഫ് കോണ്ടക്റ്റ് മാറുന്നതിന് മുമ്പ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പരിമിതി ഉണ്ടായിരുന്നു. കോഡ് ഓഫ് കോണ്ടക്റ്റ് മാറി ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ച സമയത്താണ് ഒരു ദിവസം വൈകുന്നേരം ഒരു മത്സ്യ കച്ചവടം നടത്തുന്ന ഒരു വനിത വന്നിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞത്. അവരുടെ കയ്യിൽ നിന്ന് 500 രൂപ വാങ്ങുന്നു, ക്യാൻസർ രോഗിയാണ്, കൊടുക്കാൻ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ മീനെടുത്തുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞത്. അതെൻ്റെ ഓഫീസിൽ വന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ കംപ്ലയിൻ്റ് കോപ്പി സെക്രട്ടറിയും കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ട് അടിയന്തരമായിട്ട് അത് നടപടിയെടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ തന്നെ അനധികൃത പിരിവുകളെല്ലാം തന്നെ നിർത്തിവെച്ചുകൊണ്ട് സെക്രട്ടറി ഉത്തരവ് കൊടുത്തു. അതിനുശേഷം കച്ചവടക്കാരൊക്കെ ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ പ്രശ്നം പിരിവ് എന്ന് പറഞ്ഞാൽ അവിടെ നഗരസഭ നേരത്തെ നേരത്തെ കോൺട്രാക്ട് കൊടുത്തിരുന്നു. ഇതിൻ്റെ സ്മാർട്ട് സിറ്റിയുടെ പണി നടക്കുന്നതുകൊണ്ട് മുൻ ഭരണസമിതി അതിനൊക്കെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പം ഞങ്ങൾ വന്ന് അതൊക്കെ പഠിച്ചിട്ട് അതിലൊക്കെ തന്നെ മാറ്റി എഴുതാനുള്ള നടപടികൾ സ്വീകരിച്ചപ്പോഴാണ് കോഡ് ഓഫ് കോൺട്രാക്ട് വന്നത്. അത് മാറി ഞങ്ങൾ വീണ്ടും ആ വിഷയത്തിലേക്ക് കടന്നപ്പോഴാണ് ഈ പരാതി വന്നപ്പോൾ. അപ്പോൾ പിന്നെ അടിയന്തരമായിട്ട് മറ്റൊരു ചർച്ചയും ആലോചനയില്ല. കാരണം നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഉത്തമമായി ബോധ്യപ്പെട്ടു. ഞങ്ങൾ HI വെച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ വെച്ച് കാര്യം അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ സത്യസന്ധമാണെന്ന് ബോധ്യപ്പെട്ടു. പിന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, നടപടി സ്വീകരിച്ചു. ആ നടപടി അവിടെ നടപ്പിലാക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉദ്യോഗസ്ഥരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ അവിടെ പോയ സമയത്ത് ഞാൻ സ്മാർട്ട് സിറ്റി ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, നമ്മൾ ഓഫീസിലിരുന്നു കൊണ്ട് നിങ്ങൾ നിർമ്മിച്ച കെട്ടിടത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ കണ്ടാൽ പാടുള്ളൂ മാത്രം പോരാ. നിങ്ങളവിടെ നിർമ്മിച്ച കെട്ടിടം ജനങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുന്നു, പിന്നെ കച്ചവടക്കാർക്ക് എങ്ങനെ ഉപയോഗപ്പെടുന്നു, അത് കോർപ്പറേഷന് എങ്ങനെ ഗുണപ്പെടുന്നു, നമ്മൾ നേരിട്ട് ഫീൽഡിൽ പോയിട്ട് നല്ല പീക്ക് ടൈമിൽ ബിസിനസ് നടക്കുന്നതിൻ്റെ ഇപ്പോൾ ഒഴിഞ്ഞടക്കുമ്പോൾ രാത്രിയോ അല്ലെങ്കിൽ കൊച്ചുകുളപ്പങ്കാലത്ത് നമ്മൾ പോയി നോക്കാനും പോലെയല്ലോ. ഈ ബിസിനസ് നടക്കുന്ന പീക്ക് ടൈം രാവിലെ ഒരു 8 മണി മുതൽ 11 മണി വരെയാണ്. വൈകുന്നേരം ഒരു 4 മണി മുതൽ ഒരു 3 മണി 3:30 മണി മുതൽ ഒരു 6-7 മണി വരെയാണ്. ഈ സമയത്ത് നമുക്ക് പോകണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ദിവസം രാവിലെ 9 മണിക്ക് ഞങ്ങളവിടെ പോയത്. ഞങ്ങൾ പോയി അവിടെ സന്ദർശിച്ചപ്പോൾ കാര്യങ്ങൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കടകൾ, ഒരു 8-10 കടകൾ അനധികൃതമാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഞായറാഴ്ച ഇവിടെ വന്ന് രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് ബോധ്യമായ സ്ഥാപനങ്ങളെ ഞങ്ങളവിടെ നീക്കം ചെയ്തു. ഇനി രേഖകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെ സംഘർഷം ഉണ്ടാവുന്നതാണ് ഞങ്ങൾ എല്ലാവരും മീഡിയാസ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അത് വളരെ ലളിതമായി തന്നെ കടന്നുപോയി. പക്ഷെ ആ ഒരു വിഷയത്തിൽ മേയർക്ക് ഒരുപാട് കയ്യടി നേടിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അങ്ങനെ ഒരു പാളയം പോലുള്ള ഇത്രയും പഴക്കമുള്ളൊരു മാർക്കറ്റ് മുൻകാലങ്ങളിൽ ഒരുപാട് വില്ലന്മാരെ ഒതുക്കിയെന്നാണെങ്കിൽ പറയാം. അപ്പം ഞങ്ങൾ ചെയ്തത് സാധാരണക്കാരായ ജനങ്ങൾ ആവശ്യപ്പെട്ട നിയമപരമായിട്ടുള്ള നടപടികൾ ഞങ്ങൾ നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തത്. ഞങ്ങൾ മറ്റൊന്നും ചെയ്തില്ല. അതിന് പോലീസിൻ്റെ സഹായം തേടേണ്ട സ്ഥലങ്ങളിൽ ഞങ്ങൾ പോലീസിൻ്റെ സഹായം തേടി. പിന്നെ ഞങ്ങളുടെ തന്നെ ഉദ്യോഗസ്ഥർക്ക് നല്ല മിടുമിടുക്കന്മാരായിട്ട് ഉദ്യോഗസ്ഥരുണ്ട്, വനിതകളുണ്ട്. അവരൊക്കെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാണ്. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള അവസരം ഭരണസമിതി കൊടുക്കണമെന്ന് മാത്രം. അത് ഞങ്ങൾ കൊടുത്തു, അത്രയേ ഉള്ളൂ. ഞങ്ങൾ അതില്ലാതെ അത്ഭുതമൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അല്ല, അത് അത്രയും ഒരു മേയർ തന്നെ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതങ്ങനെ ചെയ്തപ്പോൾ ഉണ്ടാകുന്ന കാരണം ഞങ്ങൾക്കും പലരും വിളിച്ചിങ്ങനെ പല വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട് പാളയം മാർക്കറ്റിനെ കുറിച്ച്. അപ്പോൾ നമുക്കൊരു ഫോൺ കോളിലേക്ക് പോവാം.